കഴിഞ്ഞ 10 വർഷമായി ആളും ആരവവും ഔദ്യോഗിക എസ്കോർട്ടുകളുമായി ക്ലിഫ് ഹൗസിൽ തൊഴിലാളികളുടെ പ്രത്യയശാസ്ത്രപരമായ രാജാവായി വിലസിയിരുന്ന പിണറായി വിജയന് എല്ലാം നഷ്ടപ്പെട്ട് പടിയിറങ്ങേണ്ടി വന്നപ്പോൾ ഇന്ന് സ്വന്തമായി ഉപയോഗിക്കാൻ ഒരു ഫോൺ നമ്പർ പോലുമില്ല എന്നത് അതിദയനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. അധികാരം മാറിയതോടെ ഒരു സുപ്രഭാതത്തിൽ മടിയിൽ കനമില്ലാത്ത മുൻ മുഖ്യനെ തേടി ഇഡി എത്തുന്നതും അവിടെ അടിമകളായ സഖാക്കളെ മകൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തുകൊണ്ട് ഇത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ കളിയാണെന്ന് പറഞ്ഞ് തടിയൂരാൻ പിണറായി നോക്കുന്നതും നമ്മൾ കണ്ടു. ഇഡി വാഹനത്തിൻ്റെ ചില്ലടിച്ചു പൊട്ടിച്ചും തെരുവിൽ അക്രമം അഴിച്ചുവിട്ടും സഖാക്കൾ ഒരു ദിവസം അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിയെങ്കിലും അതിന് പിന്നാലെ ഇനിയും പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലും എടുക്കാത്ത വീണയ്ക്ക് വേണ്ടി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങില്ല എന്ന് സകല CPM നേതാക്കളും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ തീർത്തു പറഞ്ഞ് കേരള രാഷ്ട്രീയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ഇന്നിപ്പോൾ ഒടുവിൽ തമ്പാനൂർ ബേക്കറി ജംഗ്ഷനിലെ ഒരു വാടക വീട്ടിൽ മകൾ വീണയോടും മരുമകൻ റിയാസിനോടുമൊപ്പം പിണറായി വിജയന് കഴിയേണ്ടി വരുന്നു എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ ദയനീയമായ മാറ്റത്തെ പൂർണ്ണമായും സാധൂകരിക്കുന്ന നടപടികളാണിപ്പോൾ പൊതുഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി തുടർച്ചയായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന മൊബൈൽ ഫോൺ കണക്ഷൻ പുതിയ സർക്കാർ അധികാരമേറ്റ പശ്ചാത്തലത്തിൽ പൊതുഭരണ വകുപ്പ് യാതൊരു മുൻകൂട്ടിയുള്ള അറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വിച്ഛേദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പദവിയിലിരുന്നപ്പോൾ അനുവദിച്ച ഔദ്യോഗിക നമ്പർ ആയതിനാലാണ് ഭരണമാറ്റത്തോടെ ഈ നടപടി ഉണ്ടായത്. നിലവിൽ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കാനിരിക്കുന്ന പിണറായി വിജയന് പുതിയ പദവിക്കനുസരിച്ചുള്ള ഔദ്യോഗിക നമ്പർ ഉടൻ ലഭ്യമാക്കുമെന്നാണ് സൂചന. പുതിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നതിനുള്ള തടസ്സങ്ങൾ അത് മാറുന്നതുവരെ പിണറായി വിജയന് ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ തന്നെ തുടരേണ്ടി വരും. ഇതോടൊപ്പം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിണറായി വിജയൻ്റെ ഡ്രൈവറും AKG സെൻറ്റർ ജീവനക്കാരനുമായ അനൂപിന് നേരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരിൽ നിന്നും കടുത്ത അതിക്രമവും അധിക്ഷേപവും നേരിടേണ്ടി വന്നത് ഈ തകർച്ചയുടെ ആഴം കൂട്ടുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്രയാക്കാൻ പിണറായിയെ സ്റ്റേഷനിലെത്തിച്ച് വാഹനം മാറ്റാൻ ശ്രമിച്ച അനൂപിനെ കഴുത്തിന് പിടിച്ചു തള്ളുകയും പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അധികാരത്തിൻ്റെ തണൽ നഷ്ടപ്പെടുമ്പോൾ നേരിടേണ്ടി വരുന്ന അവഗണനയുടെ വ്യക്തമായ തെളിവ്. ഇതിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം കേരളം ഭരിച്ചൊരു നേതാവിൻ്റെ നിസ്സഹായാവസ്ഥയും ഒറ്റപ്പെടലും അടിവരയിടുന്നതാണ് ഈ ഫോൺ നമ്പർ കട്ട് ചെയ്ത നടപടി. തൊട്ടു പിന്നാലെയുണ്ടായ ഈ പോലീസ് അതിക്രമവും അതുതന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ജനഹിതം മാനിച്ച് എന്നാൽ പിന്നെ ഞാൻ മാറി നിൽക്കാമെന്ന് പിണറായി വിജയൻ പറയുന്നേയില്ല. ഈ കനത്ത തോൽവിക്ക് കാരണക്കാരനായ ഒന്നാം നമ്പറുകാരനായി മുന്നിൽ നിൽക്കുന്നത് പിണറായി വിജയനാണ്. അത് സകലരും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇനിയും ഞാൻ തന്നെ മതി CPMനെ നയിക്കാൻ എന്ന ഭാവത്തിൽ പ്രതിപക്ഷ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ് പിണറായി വിജയൻ.